നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ഡൽഹിയിൽ തീപിടുത്തത്തിൽ 2 കുട്ടികൾ വെന്തു മരിച്ചു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നത്. 2ഉം 3ഉം വയസ്സ് പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് മൃതശരീരങ്ങൾ കുട്ടികളുടെ കണ്ടെത്തിയിരിക്കുന്നത്. തീപിടുത്തത്തിൽ 800-ലധികം ചെറു വീടുകൾ കത്തിയമർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹി രോഹിണി സെക്ടർ 17-ലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ചെറിയൊരു സ്ഥലത്ത് നിന്ന് തീപിടുത്തമുണ്ടായി. പിന്നീട് അത് വലിയ രീതിയിൽ തന്നെ ആ മേഖലയിലാകെ പടർന്നു പിടിക്കുകയും 800ഓളം വീടുകൾ കത്തിയമർന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതും ചെറിയ ചെറിയ കുടിലുകളാണ് അടുത്തടുത്തായിട്ട് ഈ ഒരു രോഹിണി സെക്ടർ 17-ൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഈ മേഖലയിലൊക്കെ തന്നെ തീപിടിച്ചത്. ഇതുവരെ 2 കുട്ടികൾ മരിച്ചു എന്നാണ്, നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയും ആളുകളെ അവിടെ കാണാതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും തീ ഇതുവരെയായിട്ടും അണയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 3:30ഓടെയാണ് ഫയർഫോഴ്സിനെ തീ കുറച്ചെങ്കിലും അണയ്ക്കാനായിട്ട് സാധിച്ചത്. മരിച്ച കുട്ടികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മാത്രമല്ല, നിരവധി ആളുകളെ അവിടെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. അതിൽ കുട്ടികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വളരെ നടുക്കുന്ന വിവരമാണ് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായില്ലെങ്കിലും ഒരു കുടിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് തീ വ്യാപിക്കുകയായിരുന്നുവെന്നാണ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ നിഗമനം. തീ പടർന്നതിന് ശേഷം സിലിണ്ടറുകൾ കത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് തീ ഇത്രയും ആളിക്കത്താൻ കാരണം. പക്ഷേ എന്താണ് തീ കത്താനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് DFS ഉദ്യോഗസ്ഥനടക്കം പറഞ്ഞിട്ടുള്ളത്. ഈ മേഖലയിലാകെ 800 മുതൽ 1000 വരെ വീടുകളുണ്ട്. ഇതൊക്കെ തന്നെ അതും ചെറിയ ചെറിയ കുടിലുകളാണ്. അതൊക്കെ തന്നെ കത്തി നശിച്ചതായിട്ടാണ് ഡൽഹിയിലെ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പെട്രോളിയം സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീ അതിവേഗം മറ്റ് കുടിലേക്ക് പടർന്നതായിരിക്കാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മരിച്ച കുട്ടികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കും വേണ്ടി, കാണാതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ തുടരുകയാണ്. 20 ഫയർ യൂണിറ്റുകളെത്തി തീ അടയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിരവധി വീടുകളുള്ള മേഖലയാണ് ഈ രോഹിണി സെക്ടർ 17. ഷോർട്ട് സർക്യൂട്ട് ആണോ ഇനി തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളതും വ്യക്തമല്ല. ഏതായാലും നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യം മുഴുവൻ അതീവ സുരക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് പലയിടങ്ങളിലും അതീവ സുരക്ഷ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് അടക്കം അതിനുള്ള മുന്നറിയിപ്പുകളും നീക്കങ്ങളും നടത്തിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡൽഹിയിലെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതും 2 കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ഏതായാലും അവിടെ തീയണയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും തീയണയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാണാതായവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഡൽഹി പോലുള്ള തിങ്ങി നിറഞ്ഞ ആളുകൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ തീപിടുത്തം ഉണ്ടായാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മേഖലയിലാകെ തീയണച്ചതിൻ്റെ മറ്റും പുക വളരെ വലിയ തോതിൽ തന്നെ അവിടെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതും ആളുകളെ വല്ലാത്തൊരു അസ്വസ്ഥത ഉളവാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഡൽഹിയിലെ കാലാവസ്ഥയും ഈ സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം കനത്ത ചൂടാണ് രാജ്യ തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പുറത്തിറങ്ങാൻ കൂടി കഴിയാത്ത വിധത്തിലാണ് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉഷ്ണതരംഗം അല്ലെങ്കിൽ പോലും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ശനിയാഴ്ച കഴിഞ്ഞ ദിവസം അടക്കം സഫ്ദർജംഗിലെ ബേസ് സ്റ്റേഷനിൽ 3 വർഷത്തിനിടയിൽ ഏറ്റവും ചൂടേറിയ ഏപ്രിൽ ദിനമായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. 42.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് 2022-ലാണ് ഏപ്രിൽ 43.5 ഡിഗ്രി രേഖപ്പെടുത്തിയത്. വടക്കൻ ഡൽഹിയിലെ റിഡ്ജ് ഒബ്സർവേറ്ററിയിൽ ഏറ്റവും ഉയർന്ന താപനില 43.3 ഡിഗ്രി സെൽഷ്യസ് ആയി രേഖപ്പെടുത്തിയിരുന്നു. ഇത് സാധാരണയേക്കാൾ 4 ഡിഗ്രി കൂടുതലാണ്. തുടർന്ന് ഐനഗർ 42.6 ഡിഗ്രി സെൽഷ്യസും. തുടർന്നുള്ള ഡൽഹിയിലെ പല മേഖലകളിലും ഉയർന്ന ചൂട്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു തീപിടുത്തവും ഈ ചൂടേറിയ കാലാവസ്ഥയുടെ ഒരു ഭാഗമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീ പൂർണ്ണമായും അണച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നുള്ളത് കൂടിയൊക്കെ ഒരു വ്യക്തത വരുത്തുകയുള്ളൂ.